മൂന്ന് മുന്നണികളുടെയും ദേശീയ നേതാക്കൾ ഇതിനോടകം തന്നെ നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPക്ക് വേണ്ടി രംഗത്തിറങ്ങി. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്താൻ പോവുകയാണ്. ഈ കോൺഗ്രസിന്റെ ഒരു പ്രചരണത്തിനായിട്ട് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പൊ സ്വന്തം ഇവരൊക്കെ യു പി ആയിരുന്നു ഇവരുടെ ബേസ്. അപ്പം സ്വന്തം സംസ്ഥാനത്തുനിന്ന് വട്ടപൂജ്യമായവരെന്ന് മറ്റ് സ്ഥലങ്ങളിൽ വന്ന് പ്രചരണം നടത്തുന്നതിൽ വലിയ കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി വരുന്നിരുന്നു, അതുപോലെ പ്രതിരോധ മന്ത്രി ഇവിടെ വന്നിരുന്നു. ഇവർക്കൊക്കെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയും ഗുഡ്വില്ലുമുള്ള നേതാക്കൾ ഇവരൊക്കെയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഫാക്ടർ നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികളുമാണ്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഇത് ഇന്ത്യയിൽ മുഴുവൻ എന്നൊരു മോദിജിയുടെ വേവാണ്. കേരളത്തിലും അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ഇപ്പം അത് കാരണം ഇപ്പം പ്രിയങ്ക ഗാന്ധിയും ഗാന്ധി കുടുംബത്തിലെ ഓരോരുത്തരും വരുന്നതൊന്നും ഈ മണ്ഡലത്തിലെ വലുതായിട്ട് സ്വാധീനിക്കാൻ പോകുന്നില്ല. ഇനിയും നമ്മൾ മുന്നേറ്റ് തന്നെയാണ് പോകാൻ പോകുന്നത്.